മണിപ്പൂർ മുഖ്യമന്ത്രിക്ക് 19-ാം മാസം മനം മാറ്റം. 280-ലധികം ആളുകൾ കൊല്ലപ്പെട്ട മണിപ്പൂരിലെ മുഖ്യമന്ത്രി ബീരേൻ സിംഗ് ഒടുവിലിതാ മാപ്പ് പറഞ്ഞിരിക്കുന്നു. മണിപ്പൂരിലുണ്ടായ വംശീയ കലാപത്തിൽ പുതുവർഷത്തലേന്ന് സംസ്ഥാനത്തെ ജനങ്ങളോട് മാപ്പ് ചോദിച്ച് മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗ് 2023 മെയ്യിൽ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ആദ്യമായാണ് അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രിയുടെ മാപ്പ് പറച്ചിൽ. BJPയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സംസ്ഥാനത്തെ പാടെ അവഗണിക്കുന്നു എന്ന ആക്ഷേപം ശക്തമായി ഉയരുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ മാപ്പപേക്ഷ എന്നതും ശ്രദ്ധേയം. സംവരണത്തെയും സാമ്പത്തിക ആനുകൂല്യങ്ങളെയും ചൊല്ലിയാണ് മണിപ്പൂരിലെ ഭൂരിപക്ഷമായ മെയ്ത്തികളും കുക്കികളും തമ്മിൽ സംഘർഷം ആരംഭിച്ചത്. ഇങ്ങനെയാണ് ബീരേൻ സിംഗ് മാപ്പ് പറഞ്ഞത്. സംസ്ഥാനത്തുണ്ടായ കാര്യങ്ങളിൽ ഞാൻ ഖേദിക്കുന്നു. ഒട്ടേറെ പേർക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു. പലരും വീട് വിട്ടുപോയി. ഞാൻ ക്ഷമ പറയുന്നു. 2025-ൽ സംസ്ഥാനം സാധാരണ നിലയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മിസ്റ്റർ ബീരേൻ സിംഗ്, നിങ്ങൾക്ക് വലിയ തെറ്റാണ് പറ്റിയത്. 19 മാസം എടുക്കേണ്ടി വന്നു നിങ്ങൾക്ക് ഇങ്ങനെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടാൻ. പക്ഷേ അതിനിടയിൽ നഷ്ടപ്പെട്ട ജീവനുകൾ 280. 100 കണക്കിന് മനുഷ്യർ പലായനം ചെയ്യപ്പെട്ടു. പെൺകുട്ടികൾക്ക് അവരുടെ മാനം നഷ്ടപ്പെട്ടു. എന്നിട്ടും ബീരേൻ സിംഗിനൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ കേന്ദ്ര സർക്കാരും BJPയും അവഗണിക്കുന്ന ഘട്ടത്തിൽ ബീരേൻ സിംഗ് വന്ന് പറയുകയാണ് മാപ്പ് എന്ന്. എങ്കിലും മാപ്പ് പറയാൻ തോന്നിയ നിങ്ങളുടെ മനസ്സിനെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ നിങ്ങളുടെ ഭരണം ഭൂലോക തോൽവിയാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല.